ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവേശം കൂടി. ഓക്കെ, ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയ ബിഗ് ബോസ് ടോക്കാണ് ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ റിവ്യൂ. ആദ്യ ഭാഗം നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം എല്ലാരും ഉണ്ടോന്ന് ഞാൻ നോക്കിയതാണ്. ലേറ്റ് ആയിട്ട് ഇട്ടതല്ലേ, അതിന് ഒരുപാട് ചീത്തവിളിയുണ്ട്. ഒരു കാര്യമുണ്ട്, അതായത് ഞങ്ങൾ ഇന്ന് രാവിലെ അതും നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വെച്ചു. 10:30 ആയപ്പോ വീഡിയോ പുറത്ത് വരേണ്ടതാണ്. പക്ഷെ എന്തോ ഒരു സമയം എടുത്തു അറിയോ, എന്തൊക്കെയാ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പൂർണ്ണ നോക്കി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവസാനം കോപ്പ് പോണില്ല, എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയായിരുന്നു. എങ്ങനെയൊക്കെ എന്തൊക്കെയാ സംഭവിച്ചത്, ലാസ്റ്റ് അത് കേറി അപ്ലോഡായി. പിന്നെ അപ്പൊ തന്നെ തിരിച്ചിങ്ങോട്ട് വന്നാ ബാക്കി ചെയ്യാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അതെ, ഓക്കെ. അപ്പോ ബാക്കി കാര്യത്തിലേക്ക് കയറാം. തീർച്ചയായിട്ടും ഇപ്പോ കണ്ടുവരുന്നൊരു ട്രെൻഡ് ഉണ്ട്. അതായത് അക്ബറിന് വേണ്ടി ഒരു കപ്പ്, പിന്നെ അക്ബറിനെ ജയിപ്പിക്കാൻ പ്രത്യേകം ഫേവറിസം കാണിക്കുന്നു ബിഗ് ബോസ്, അല്ലെങ്കിൽ ആര്യനെ പൊക്കിക്കൊണ്ടുവരാൻ ഫേവറിസം കാണിക്കുന്നു എന്ന് പറഞ്ഞ് ചിലർ നടക്കുന്നുണ്ട്, എന്ന് പറഞ്ഞ് ചിലർ നടക്കുന്നുണ്ട്. ആ പറഞ്ഞു നടക്കുന്നവരാണ് എന്ത് യഥാർത്ഥ PR. അതായത് അക്ബറിനൊരു കപ്പ് എന്ന് ചിലർ PR അങ്ങനെ പടച്ചു വിടുന്നു എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ. അവർക്ക് 2 ലക്ഷ്യമായിരിക്കും. ഒന്ന്, അക്ബറിനെ പൊക്കിക്കൊണ്ടിരണം. 2, ബിഗ് ബോസിന്റെ എന്തെങ്കിലും കണക്ഷൻ അവരുമായിട്ട് ബന്ധമുണ്ടാവും. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒന്നും അവരിങ്ങനെ പേടിച്ച്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കൂല. എന്ത് ചെയ്താലും ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട്, എന്ത് സപ്പോർട്ട്, സാധാരണ കാണുന്ന ഒരു സാധാരണക്കാരൻ, അല്ലാണ്ട് ഇതൊന്നും വലിയ സംഭവമായിട്ട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പഠിക്കാത്ത ഒരാൾ കണ്ടാൽ പോലും അവർക്ക് വരെ മനസ്സിലാവും ഇവരെന്താ ഈ 2 പേർക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ 3 പേർക്ക് വേണ്ടിട്ട് ഇവർ ചെയ്യുന്ന എന്താന്നുള്ളത് നോർമലി ആൾക്കാർക്ക് വരെ മനസ്സിലാവും. പച്ചവെള്ളം പോലെ പിന്നെ തെളിഞ്ഞു കിടക്കാണ്. അതിനകത്തൊന്നും ഇനി PR ആണോ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ആണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയ്യോ, ചെയ്തു വെച്ചേക്കുന്നൊക്കെ അങ്ങനെയാ. അതായത് ചെയ്തു വെക്കുന്നത് പക്ക ഫേവറിസം. പിന്നെ എന്നിട്ട് അത് ചില PRന്റെ പടച്ചുവിടലുകളാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള ചിലരുടെ ശ്രമം. ആ ശ്രമിക്കുന്ന എല്ലാവരും PR ആ ചിലരെന്ന് പറഞ്ഞില്ല, അവരാണ് PR, ഒറിജിനൽ PR. മാരക PRന്റെ പരിപാടി മൊത്തമുള്ളത് അക്ബറിന് തന്നെയാണ്. അക്ബറിന്റെ സോങ് പുറത്തു വിടുന്നു. അതിന് എല്ലാ ബിഗ് ബോസ് വിന്നേഴ്സിനെയും കൂടുതൽ ഇതിൽ ഔട്ടായി പോയ കുറെ കണ്ടസ്റ്റൻസുകളെ ഇവരൊക്കെ കൊണ്ടുവരിക. എന്നിട്ട് അവർക്ക് വേണ്ടി, അതായത് അക്ബർ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അക്ബറിന് വേണ്ടിട്ട് ഇവിടെ പുകഴ്ത്തി പറയാ, അക്ബർ നല്ലേ കപ്പ് അല്ലേ കൈയടിക്ക്. ആ ലെവലിലുള്ള പരിപാടിയാ പുറത്ത് നടക്കുന്നത്. എന്നിട്ട് PR ചെയ്യുന്നത് വേറെ ആൾക്കാർക്കാണ്. എന്തോ ഒരു വർത്താനം. പിന്നെ സകലമോന വീഡിയോസിന്റെയും താഴെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് അതിന്റെ താഴെ, അല്ലെങ്കിൽ ഫുള്ള് പോസ്റ്റുകള് അനുമോൾക്കെതിരെ, ആന്റി പാട്ട ഗേൾസ്, ഈ ലെവലിലുള്ള വേറൊരു പരിപാടി. മനസ്സിലുണ്ടോ? അതായത് അക്ബറിനെതിരെ നിൽക്കുന്നവരെയൊക്കെ തളർത്തിക്കളയാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെയാണ്, തോന്നലാണ്. മനസ്സിലായോ? തോന്നല്. PR ഒന്നും ആവാതെ, അതായത് യഥാർത്ഥ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ കളി നടക്കും. തീർച്ചയായിട്ടും ആ രീതിയിലേ ഇവിടെ ആ ഒരു വിന്നർ ഉണ്ടാവുള്ളൂ. അവിടെ ഇനി നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും, അതായത് ബിഗ് ബോസ് നേരിട്ട് ഇറങ്ങി വന്നിട്ട് കപ്പ് എടുത്തിട്ട് അക്ബറിന്റെ കയ്യിൽ കൊടുത്താലും അവിടെ ആ കയ്യിൽ നിൽക്കൂല. അതാണ് അർഹതപ്പെട്ടവന്റെ കയ്യിൽ തന്നെ എത്തിയിരിക്കും. ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്പൊ ഒരർഹതയില്ലാത്തവർക്ക് കപ്പ് കൊടുക്കുകയും ചെയ്യും, കേൾക്കേണ്ടിയും വരും. എന്താണെങ്കിലും നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. രാവിലെ പറഞ്ഞു നിർത്തി കൊടുക്കുന്ന തന്നെ തുടങ്ങാം. എന്താണെങ്കിലും ആദിലയും നൂറയും പിന്നെ അനുമോളും കൂടി ബിഗ് ബോസിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ബോറായിട്ടുള്ള സംഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്, തമാശയ്ക്കാണെങ്കിലും അല്ലെങ്കിലും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ടേ, അതിലൊരു വിക്ടിം കാർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് ജെൻഡറിന്റെ കാർഡ് ഇറക്കാന്ന് പറഞ്ഞ സാധനം. അത് സെയിം ജെൻഡർ കാർഡ് തന്നെയാണ് അവരവിടെ സംസാരിച്ചത്. മൊത്തം 9 ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതിൽ 3 പേര് സ്ത്രീകളാണ്, ബാക്കിയുള്ള എല്ലാം ആണുങ്ങളാണ്. അപ്പോൾ ആണുങ്ങൾ കൂടുതലാണ്. ഞങ്ങൾ കുറച്ച് പാവങ്ങളാണ് ഇവിടെ ഉള്ളത്, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് കെഞ്ചി കേണ് അപേക്ഷിക്കുന്നൊരവസ്ഥ. ആണുങ്ങളെ പുറത്താക്കണം പറഞ്ഞിട്ട് അത് വളരെ മോശമായിട്ടുള്ള മ്ലേച്ഛകരം, ചീപ്പ് ഷോ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും നെവിനും സാബുമാനും തമ്മിൽ ഏറ്റുമുട്ടി. മൂന്നാം ഘട്ടം. ആ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞിട്ട് 1.5 ഏറ്റുമുട്ടലായിരുന്നു കേട്ടോ. പോരാത്തതിന് കൂടെ അനുമോളുടെ സപ്പോർട്ടും. അതിലാണ് നെവിന്റെ
ഒപ്പും പൊടിയും പറിച്ച് കോഴീനൊക്കെ ഇങ്ങനെ കൊന്നിട്ട് നമ്മൾ പപ്പും പൂടയും പറിക്കും. പപ്പും പൊടിയും പറിച്ചെടുത്തു നെവിൻ ഒന്നുമില്ല, നീ കൊണ്ട് കേസ് കൊടുന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് തിരിച്ചൊന്നും പറയാനില്ല. അതില് ചെറിയ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞു പല കാര്യങ്ങളും, ചില കാര്യങ്ങളൊന്നല്ല പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതില് ചിലതൊക്കെ വ്യക്തമാണ്. അതായത് ബെഡിൽ രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തിട്ടിട്ട് വാടാ ചേട്ടാ നമുക്ക് സ്നേഹിക്കാം എന്ന് പറയുന്ന ലെവലിലേക്ക് സംഗതി പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അനിമോളെ എന്തായാലും വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല. കാരണം അനിമോള് കാര്യങ്ങളൊക്കെ കറക്റ്റ് വിളിച്ചു പറഞ്ഞിട്ടുള്ള ആളാ, കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് അന്ന് എതിർത്ത് അതിന് തെളിവില്ലാന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടും അതിന് തെളിവ്, അതായത് മറ്റുള്ളവർ തന്നെ, അതാണ് പുറത്ത് വന്നവരും അതിനകത്തുള്ളവരും ഇനി ബിഗ് ബോസിന്റെ ഭാഗത്ത് വന്നാൽ പോലും തെളിവ് നിരന്നതാണ്. എങ്ങനെ ഹൈഡ് ചെയ്തിട്ടും കാര്യം തന്നെ അനിമോൾ ഇത് പറയുമ്പോഴും നമുക്ക് ഒരു 95% നമുക്ക് വിശ്വാസമാണ്. അത് മാത്രല്ല ആ നെവിന് അത് വലിയ ഇഷ്യൂ ആക്കൂല. അങ്ങനെയാണെങ്കിൽ നെവിൻ എന്താ പറഞ്ഞ അവിടുന്ന് ഒരു കിട്ടൽ കിട്ടി, അവിടുന്നാണ് പറഞ്ഞത് നീ പോയി കേസ് കൊടു. എന്താണെങ്കിലും സാബുമാൻ നല്ല കൊടുക്കൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വീടിന്റെ ഉള്ളില് എന്താ ഒരു നിലപാടും ഇല്ലാതെ കട്ടും മോട്ടിച്ചും തിന്നാൻ കൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് കട്ടെടുത്ത് കഴിച്ചിട്ട് എന്നിട്ട് അതൊരു ഗെയിമാന്ന് പറഞ്ഞു നടക്കുന്ന നീയാണോ ഒരു ഗെയിമർ എന്നാണ് ചോദിച്ചത്. നെവിൻ പറയാണ് സാബുമാനോടെ, നീ എന്ത് ഗെയിമറാ, നീ ഇവിടെ ഉണ്ടോ, നീ എന്ത് ഗെയിമറാന്ന് ചോദിക്കുന്നത്. നീ അനുമോളുടെ ചെലങ്കല്ലേ. ശരിക്ക് നെവിന്റെ കാര്യം നെവിനെ ഓർക്കുന്നില്ല. നെവിൻ ഏതോ ഒരു സമയത്ത് ഇറങ്ങി ഓടിയ ആളാ. എന്നിട്ട് ഒരാള് അത് ബിഗ് ബോസ് നോക്കുമ്പോ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉമ്രമടിയില് വെറുതെ ഇരുന്ന് ചായ കുടിച്ചിരിക്കുക. ആ സമയത്ത് ഒരാള് പറമ്പിലൂടെ ഇറങ്ങി ഓടുന്നു, പിറകൂടി ബിഗ് ബോസ്. നെവിൻ ഹൈ നീ അങ്ങോട്ട് അങ്ങോട്ട് ഉള്ളിൽ തന്നെ പോന്ന് പറഞ്ഞ് ബിഗ് ബോസ് കയറ്റി വിട്ട ആളാണ്. എന്നിട്ട് ആ ആളാണ് എന്ത് പറയുന്നത്, നിലപാടില്ല, കളിക്കുന്നില്ല, ഗെയിമർ അല്ല സാബുമാൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കണം, ആരുടെയോ ഔദാര്യം കൊണ്ട് പറമ്പിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് നെവിനെ അകത്തേക്ക് കയറ്റിവിട്ട അവസ്ഥയാണുള്ളത്. ഇപ്പൊ ആണെങ്കിലോ അക്ബറിന്റെ PA ഇപ്പൊ അക്ബറിനെ താങ്ങി നടക്കാം. എന്നിട്ട് ആ ആളാണ് പറയുന്നത് നിനക്ക് നിലപാടില്ല, നീ അനുമോളെ പാവയാണ്, കളിപ്പാവയാണ്, എന്ത് ഗെയിമറാണെന്ന് പറയുന്നത്. ഇനി അത് പോട്ടെ, വേറെ കാര്യം, സാബുമാൻ വൈൽഡ് കാർഡ് വന്നതാണ്. വൈൽഡ് കാർഡ് വന്ന വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ? അതാണ് അവിടെ നിന്ന് ഒന്ന് ചിന്തിച്ചാ മതി, അത്രേ ഉള്ളൂ. സാബുമാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത്. വേറൊരു കാര്യം എന്താണെന്നറിയോ, ഈ സാബുമാൻ എല്ലാവരുടെ അടുത്തും കേറിയിട്ട് കണകുണ പറയുന്ന ആളല്ല. സാബുമാൻ പറയുന്ന കാര്യങ്ങള് അത് നമുക്കും കൂടി ഒന്ന് കേട്ടിരിക്കാൻ തോന്നും. അതായത് അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. വെറുതെ എന്തെങ്കിലും കാര്യം സാബുമാൻ അവിടെ പറയാറുണ്ടോ? ഒരിക്കലും ഇല്ല. സാബുമാൻ നമ്മൾ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കും ഇയാൾ എന്തെങ്കിലും മിണ്ടാണ്ട് നടക്കുന്നതെന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് കണ്ടു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും സാബുമാൻ കാര്യങ്ങൾക്ക് ഇടപെടും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. ആ സംസാരിക്കുന്നതിനകത്ത് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള പോയിന്റും ഉണ്ടാവും. അവിടുത്തെ മറ്റ് കണ്ടസ്റ്റൻസുകൾക്ക് പോലും ആ രീതിയിലുള്ള റെസ്പെക്ട് സാബുമാനോടുണ്ട്. തീർച്ചയായിട്ടും വെറുതെ ലൂസ് ടോക്ക് ആളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അനാവശ്യമായി ട്രിഗർ ചെയ്യാനായിട്ട് വെറുതെ എന്തെങ്കിലും പറയുന്ന ഒരു അവസ്ഥ ഇല്ല. ഇപ്പോ സാബുമാൻ നെവിനെതിരെ ആരോപിക്കുന്നത് പോലെ തന്നെയാണ് നെവിൻ സാബുമാനെതിരെ പറയുന്നതും. തീർച്ചയായിട്ടും. പക്ഷെ സാബുമാനെതിരെ പറയുന്ന പല സാധനങ്ങളും നമുക്ക് വെറും നിസ്സാരമായിട്ട് ആള് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാണല്ലോ എന്ന് തോന്നുന്നത്. കുമിളകളാണ് അപ്പൊ തന്നെ പൊട്ടിപ്പോകും. കാരണം അങ്ങനത്തെ ആളല്ല സാബുമാൻ. ഓൾറെഡി സാബുമാൻ തെളിയിച്ചു കഴിഞ്ഞതാണ്. അതാണ് ഇനി അവിടെ കിടന്ന നെവിൻ എന്ത് കാണിച്ചാലും അത് സാബുമാൻ അങ്ങനെ അല്ല എന്നുള്ള പ്രേക്ഷകർക്കൊക്കെ അറിയാം. അതാണ് അതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പോ മനസ്സിലാക്കണം, ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. മനസ്സിലാവുന്നുണ്ട് എങ്ങനെയൊക്കെ കളിച്ചു എന്നുള്ളതിന്റെ അല്ല, ആ ക്വാളിറ്റിയാണ് നെവിനൊന്നും ഇല്ലാണ്ട്, നെവിനില്ലാത്തതും സാബുമാനുള്ളതും ആ ക്വാളിറ്റിയാണ്. അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുന്ന അനുമോള് കൂടി അങ്ങ് ഇടയ്ക്കങ്ങ് കയറി. അതിന്റെ അടിയിലാണ് ഇത് കൊടുത്തത്. അനുമോൾ അങ്ങോട്ട് കേറിയിട്ട് പറഞ്ഞു നീ അക്ബറിന്റെ താങ്ങി നടക്കാണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നു. അത് ഫസ്റ്റ് സാധനം അതാ, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം സാബുമോനെ പറയുന്നുണ്ടെങ്കിൽ ആദ്യം അയാള് നന്നാവണം. ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ട് വേണം ഞാൻ മറ്റൊരാളെ കുറ്റം പറയണമെങ്കിൽ. ഇത് ആര്യന്റെയും ഒരാളെ അല്ല, ആര്യന്റെയും താങ്ങുന്നുണ്ട്. കിട്ടുന്ന സമയത്ത് അപ്പുറത്ത് പോയിട്ട് അക്ബറിന്റെ ഫുൾ ടൈം താങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ ഒരേ അനുമോളെ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇമാരി പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് നേർക്ക് നേർകളി, പാവകളോടും പെർഫ്യൂമിനോടും ഇപ്പൊ ഭയങ്കര തീയാണ്. എന്തെങ്കിലും നേരെ പറയണ്ടേ, നേർക്ക് നേരെ പറയണം, അല്ലാണ്ട് സംസാരിക്കണം. അല്ലാണ്ട് പാവേനെ എടുത്തോണ്ട് പോവും,
സ്പ്രേ കുപ്പി എടുത്ത് കളയും. ഇതൊക്കെയല്ലേ നിന്റെ ഗെയിം എന്നുള്ളതാണ് ചോദിക്കുന്നത്. സത്യമല്ലേ, നേരിട്ട് ഇത് സംസാരിച്ച് തീർക്കണ്ടേ സംഭവങ്ങളൊക്കെ. എന്തായാലും ബിഗ് ബോസ് ഇതൊന്നും ചോദിക്കുന്നില്ല. അനുമോള് കൃത്യസമയങ്ങളിൽ അത് പറയും. അനുമോള് എനിക്ക് തോന്നുന്നു ശരിക്കും അനുമോളാണ് ബിഗ് ബോസിന്റെ പണിയെടുക്കുന്നത് ഈ സീസണിൽ. പിന്നെന്താ, കാരണം ഈ സീസണിൽ ശരിക്കും ബിഗ് ബോസ് ചോദിക്കേണ്ട പല ചോദ്യങ്ങളും അനുമോളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. എപ്പോ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. കാരണം അത്രയ്ക്കും നോക്കി കണ്ടിട്ടാണ് അനുമോള് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നേ മനസ്സിലാവും എല്ലാ കാര്യത്തിലും അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ എന്താണെങ്കിലും അതേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സാബുമാനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, നിന്നെക്കാട്ടിലും മികച്ച കണ്ടസ്റ്റന്റ് ആണ് സാബുമാൻ. അത് മാത്രമല്ല നല്ലൊരു വ്യക്തിത്വം കൂടിയാണ്. സത്യമല്ലേ? ഈ സാധനമാണ് പ്രേക്ഷകർക്ക് പുറത്തറിയുന്ന ഒരു കാര്യം. നെവിനെയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ നെവിനെയൊക്കെ ഇപ്പൊ നമ്മളത് നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ സ്പേസ് കൂടുതൽ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ ഇങ്ങനെയാണല്ലോ ദൈവമേ കാണ്ടില്ലായിരുന്നു തോന്നി തുടങ്ങിയത്. എന്റർടൈൻമെന്റ് ഒക്കെ അങ്ങ് തീർന്നു, മനസ്സിലായില്ലേ? എന്താണെങ്കിലും അതിനുശേഷം ദീപാവലി ആഘോഷമായിരുന്നു. പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദീപാവലി ആഘോഷം. ലൈവൊക്കെ കാണട്ടോ, ഭയങ്കര രസമാണ്. ഇതിലാ മുന്നിൽ വെച്ചിരിക്കുന്ന മറ്റേ വാണസാധനങ്ങൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ കരുതിപ്പോ വീടൊക്കെ പൊട്ടിച്ചാളെന്ന്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല വെടിക്കെട്ടും പരിപാടികളും ഒക്കെ ആയിട്ട്. പിന്നെ ഇവരുടെ ആഘോഷം ഇവരെല്ലാരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിം ഉണ്ട്. എല്ലാരും ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് ചാടുന്ന ഒരു സാധനമുണ്ട്. തോളെ കൂടി നെവിനില്ലായിരുന്നു. നെവിന് ചാടാൻ വയ്യടാ, കുട്ടി പുറത്തേ ആടൂലേ, പ്രസവിക്കാൻ കിടക്കല്ലേ. അത് ഇത് നമ്മള് ബോഡി ഷേമിങ് ചെയ്തല്ലോ. ഇതിനെ കുറിച്ച് ഇനി പറയാനുണ്ട്. വേറെ രസത്തിലുള്ള സാധനം. അത് ഇതിന്റെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അല്ലാണ്ട് നമുക്ക് ദേഷ്യം കൊണ്ട് പറഞ്ഞ സാധനമൊന്നും അല്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. എന്താണെങ്കിലും അതിനുശേഷം അനുമോള് പറയുന്നുണ്ട് എന്തോ സർപ്രൈസ് വരാനുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അതങ്ങോട്ട് പറയലും പോട്ടലും ഒരുമിച്ചായിരുന്നു. ഭീകര മൈൻഡാണ് അതൊക്കെ. ഇങ്ങനെ ഇത്രയും ആഘോഷത്തോടെ വരുമ്പോഴത്തേക്ക് ആളുടെ ഉള്ളിൽ ഒരു സാധനം കത്തി. അതാണ് ഇപ്പൊ ബിഗ് ബോസ് എന്തോ കരുതി വെച്ചിട്ടുണ്ട്. അതാണ് അത് അതേപോലെ തന്നെ അവിടെ സംഭവിക്കുകയാണ്. പിന്നീട് ടിക്കറ്റ് ടു ഫിനാലെ. പിന്നെ ഈ വിഷസ് പറയാൻ വേണ്ടിട്ട് ബിഗ് ബോസിനോട് ഇവര് പറയുമ്പോ തിരിച്ച് ഒരു പ്രതികരണമല്ല ബിഗ് ബോസിന്റെ. മറ്റുള്ളവർക്കൊക്കെ വിഷസ് തിരിച്ചു വെക്കണ്ട്. പിന്നെ ചോദിച്ച് വാങ്ങിണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എന്താ ഞങ്ങളെ കേൾക്കൂലേ, മറ്റുള്ളവരൊക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നുള്ള ലെവലിൽ വന്നപ്പോ അപ്പൊ പിന്നെ അതൊക്കെയാണ് മൂക്കല് കേൾക്കുന്നുണ്ട്. അതാണ് വേറെ നിവർത്തിയില്ലല്ലോ പറയാണ്ട്. ഇതിങ്ങനെ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കല്ലേ. ബിഗ് ബോസ് ഇതാണ് അവസ്ഥ എന്നുള്ള സാധനം പ്രേക്ഷകർക്കാണ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ബിഗ് ബോസ് നമുക്കറിയാലോ, എയറിലാണ് ഇപ്പം, ഇറങ്ങിയിട്ടില്ല. അടുത്ത ആഴ്ചയെങ്കിലും ഇറങ്ങുമെന്ന് നോക്കാം. അല്ല, ചില അക്ബറിന്റെ സോ കോൾഡ് PR ടീം ഉണ്ട്, അവർക്ക് ഇത് ഭയങ്കര ഫെയർ ഗെയിമാണ്. അത് ബിഗ് ബോസ് ഒരാളോടും ഫേവറിസം കാണിക്കുന്നില്ല. ഒരു പ്രത്യേക രീതിയിലും പരിഗണന ആർക്കും ഇല്ല. എല്ലാവരും ഒരേപോലെ. സൂപ്പർ. ഒരേപോലെ. അതായത് ഗെയിം കൂടി വരുമ്പോ പറഞ്ഞുതരാം. അതെ, എന്തായാലും ടിക്കറ്റ് ടു ഫിനാലേന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അതായത് പുറത്ത് ഒരു മറ്റേ വടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, കുരിശില് തറക്കില്ലേ, അതേ അവസ്ഥ തന്നെ. അതായത് അതില് പിടിച്ചു നിൽക്കണം, അതേപോലെ താഴെ കാല് ചവിട്ടി നിൽക്കുക. കുരിശില് സാധാരണ അന്ന് മറ്റേ ക്രിസ്തുവിനെ കുരിശിലേറ്റിയപ്പോ ക്രിസ്തുവിനും കൂടെ 2 കള്ളന്മാര് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൽ കുറച്ച് കള്ളന്മാരും കൂടി കയറ്റിയിട്ടുണ്ട്. ക്രിസ്തുവില്ല, മൊത്തം കള്ളന്മാര, ലോക കള്ളന്മാര്. അയ്യോ, അതായിരുന്നു ഭയങ്കര രസമായിട്ടുള്ള സംഭവം കേട്ടോ. എന്താണെങ്കിലും അധിക സമയമൊന്നും കഴിയാണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഷാനവാസ് ഇറങ്ങി. അല്ല, ഷാനവാസ്, അനീഷ്, അക്ബർ, നെവിന് ഇറങ്ങുന്നത് വരെ കേട്ടോ ഇവരൊക്കെ മാന്യമായിട്ട് തന്നെ കളിച്ചേ. പിന്നെ ആദില, അനുമോള്, നൂറ, സാബുമാൻ ഇവരും മാന്യമായിട്ടാ കളിച്ചേ. സാബുമാൻ, ആര്യൻ, അവിടെ ഒരു കള്ളനേ ഉള്ളൂ, ആര്യൻ. അതില് ആര്യനെ കുറിച്ച് നമുക്ക് പറയാനില്ല, പക്ഷെ അവിടെ ബിഗ് ബോസിനെ കുറിച്ച് പറയാനുണ്ട്. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഒരു ഗെയിമുകളും നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി, ആര്യൻ ഫെയർ ആയിട്ട് ഏതെങ്കിലും ഗെയിം കളിച്ച് ജയിച്ചിട്ടുണ്ടോ? സത്യമാണ്. എല്ലാത്തിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും. മാത്രല്ല അതിൽ സഹായം ഉണ്ടാവും. ബിഗ് ബോസിന്റെ ഹെൽപ്പ് നന്നായിട്ടുണ്ടാവും. ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അനുമോളും സാബുമാനും ആര്യനും ഒരുമിച്ച് കളിച്ച ആ ഒരു കയറ് പിടിച്ചിട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്കില്ലേ, അന്ന് ഏറ്റവും കൂടുതൽ അൺഫെയർ ആയിട്ട് കളിച്ചതും ആദ്യം പുറത്താകേണ്ടിയിരുന്ന ആളും ശരിക്കും ആര്യനായിരുന്നു. അതായത് മറ്റൊരു കൈ ഈ കയറിലേക്ക് ആദ്യം യൂസ് ചെയ്തത് ആര്യനാണ്. അതായത് അങ്ങനത്തെ കുറെ അത്
അനൗൺസ് ചെയ്തു ആര്, ബിഗ് ബോസ്. പിന്നെ അതിന്റെ റിസൾട്ട് പറയേണ്ടത് ബിഗ് ബോസ് ആയിരുന്നില്ല, ആദിലായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് പോട്ടെ എഴുതാം. ഇത് ബിഗ് ബോസ് ആണ് ആര് ജയിച്ചു ആരൊക്കെ ഔട്ടായി എന്ന് തീരുമാനിക്കുന്നത്. അവിടെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. അതായത് ലൈവിന്റെ ഇടയിൽ പറഞ്ഞു വരുന്നുണ്ട്, ലാസ്റ്റിലേക്ക് നമുക്ക് പറയാം. അതെ, എന്തായാലും കുറെ ഉണ്ട് അതിന്റെ ഇടയിൽ കൂടി പറയാം. അതിന്റെ ഇടയ്ക്ക് ഈ നെവിന്റെ കരച്ചില് കേട്ടിട്ടേ, പേരും കരച്ചില് നെവിൻ കിടന്നിട്ട് കരയുന്ന സമയത്ത് അനുമോള്, എടാ നെവിനെ കുട്ടി വന്നോടാ, എന്താടാ ആണോ പെണ്ണോ എന്ന് അത് കേട്ടോണ്ടിരിക്കുന്ന നെവിന് ഒന്നും കൂടെ ഉണ്ട് കരഞ്ഞ്. അതിലപ്പുറത്തെ നെവിനെ അനുമോള് ആദിലനോട്, എടി ഇല്ലടി വേദന തുടങ്ങിയിട്ടുള്ളൂ, കൊണ്ടാറടങ്ങി അമ്മാര് ചിരിച്ചിട്ടുണ്ട്. കാരണം കരച്ചിലും പിന്നെ ഇത് ഇങ്ങനെ നിക്കുന്നുണ്ടെന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുക എന്നുള്ള ചിന്തിച്ചാൽ കറക്റ്റ് പ്രസവ വാർഡിൽ കുറെ ആൾക്കാർ പ്രസവം കാത്ത് നിൽക്കുക. ചിലർ എക്സ്പീരിയൻസ്ഡ് ആണ്, ചിലർക്ക് വേദന ഉണ്ട്, ചിലർക്ക് തീരെ വേദന ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അതിനിങ്ങനെ കാത്തിരിക്കുന്ന കുറെ ആൾക്കാർ. അതിൽ ഏറ്റവും പ്രശ്നം വാവിട്ട് കരയുന്ന ചേരുണ്ടാവും. അതിൽ പെടുന്നതാണ് നെവിൻ. നെവിൻ ഇപ്പൊ പ്രസവിക്കുന്നുള്ള ലെവലാ. അത് കഴിഞ്ഞിട്ടൊരു മറ്റേ കൈയും വിട്ടിട്ട് ഒരു ഒറ്റ വീഴാ. അപ്പോഴേക്ക് അപ്പുറത്തുനിന്ന് നൂറ പഴുത്ത ചക്ക വീണേ വീണിട്ടൊരു കടത്തോണ്ട് നെവിൻ ഒരു അനക്കമില്ല. അതിലപ്പുറത്തുനിന്ന് അപ്പോഴും അനുമോള് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് പറയുന്നത്, കുറച്ചൊക്കെ ഫുഡ് കഴിക്കണം. ഫുഡിന്റെ ആള് ഭയങ്കര ഇതാണ്, വീക്കാണ് ആ കാര്യങ്ങളിൽ. ആളെ കൊണ്ടൊന്നും അങ്ങനത്തെ പണി. ഷാനവാസാണ് ആദ്യം വിട്ടത്. ഷാനവാസ് വിട്ടു, അതിനുശേഷം അനീഷ് വിട്ടു, അതിനുശേഷം അല്ല അനീഷല്ല നെവിൻ വിട്ടു, അതിനുശേഷം അനീഷ് വിട്ടു, അതിനുശേഷം അക്ബർ വിട്ടു. പിന്നീട് അങ്ങോട്ടുള്ള ഗെയിം നല്ല വാശിയായിരുന്നു. ഇതൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് നടന്നു. അതെ, ഇത്രയും ആൾക്കാർ പോയത്. പിന്നീട് അങ്ങോട്ടായിരുന്നു മത്സരം. ശരിക്കും ഉണ്ടല്ലോ, ഇവരെക്കാളിലൊക്കെ എത്രയോ സ്ട്രോങ് ആണ് അനുമോള്, ആദില, നൂറ. എന്നെ പോലെ എത്ര ടൈമാ അത്. നൂറാണെങ്കിൽ ഏറ്റവും എത്ര മണിക്കൂർ നൂറ നിന്നിരിക്കുന്നത് സമ്മതിക്കണം കേട്ടോ. ചെക്കന്മാര് പിന്നെ പോട്ടെ, ഇത് നമ്മൾ അതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല, വേറെ സത്യം. എന്നാ ആലോചിച്ചോക്ക്, അതായത് നെവിൻ ഔട്ടായി പുറത്തിറങ്ങിയില്ലേ, അതിൽ നിന്ന് താഴെ ഇറങ്ങിയില്ലേ, അതുവരെ എന്റർടൈനിങ് ആയിരുന്നു. അതിനുശേഷം വെറുപ്പിക്കാൻ തുടങ്ങി. അതായത് ആള് പുറത്തായി. പിന്നെ അനുമോളെ ബുള്ളിയും ചെയ്യാന്നുള്ളതാണല്ലോ. അനുമോള് ഒളിഞ്ഞു നിൽക്കുന്നു, വളഞ്ഞു നിൽക്കുന്നു, തിരിഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിയമേ ആ ഗെയിമിലില്ല. ഷാനവാസ് നല്ല പോലെ മറുപടി പറയുന്നുണ്ട്. അത് കിടലായിരുന്നു. അത് ബിഗ് ബോസ് അതിന്റെ ഇടയ്ക്ക് ഇവൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കേറി വീണ്ടും. അതില് ബിഗ് ബോസ് താക്കീത് കൊടുത്തു, ഇറങ്ങി. അതില് ഷാനവാസ് പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാതെ സംസാരിക്കും കൂടി ചെയ്യണ്ട എന്നുള്ളത് തന്നെയാണ് അതിനുള്ള അർത്ഥം എന്ന് പറഞ്ഞു. അതായത് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് അതവിടെ ബിഗ് ബോസ് പറയും. പിന്നെ അവിടെ നെവിൻ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ക്യാപ്റ്റന്മാരോട് ഇത് അതെ വിലയിരുത്താനും അതിന് റിസൾട്ട് പറയാനും നിർത്തും. അതില്ല, അത് നേരിട്ട് ബിഗ് ബോസ് ഇടപെടുന്നത്. ബിഗ് ബോസ് ആണ് ഇത് ഫുള്ള് കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്ന ആള്. അതിനകത്ത് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതല്ല, അത്രേ ഉള്ളൂ. അതിനകത്ത് എങ്ങനെ വേണമെങ്കിൽ നിൽക്കാം. ഇതിന്റെ അടിയിലേ അതായത് വെള്ളം കൊടുക്കുന്നുണ്ട് അനീഷ് വന്നിട്ട് ആരിന് ലൈവിലുള്ള കേട്ടോ. എന്നിട്ട് വെള്ളം ഫുള്ള് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നേരെ ആദില, അനുമോള്, നൂറ, പിന്നെ സാബുമാൻ, ഇത്രയും ആൾക്കാർ നിൽക്കുന്നുണ്ട്. ബാക്കി അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോകുന്ന സമയത്ത് ബിഗ് ബോസ് ഇടപെട്ടു. വെള്ളം കൊടുക്കരുത് കുരുവായിരുന്നോ നിന്റെ ബിഗ് ബോസ്. വെള്ളം കുടിച്ച് വയറ് നിറച്ചു, മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കാൻ നേരത്ത് വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞു. അല്ലേ ബിഗ് ബോസെ എന്ന് വിളിപ്പിച്ച നാവ് കൊണ്ട് വിളിപ്പിക്കരുത്, വിളിപ്പിക്കരുത്, അത്രേ ഉള്ളൂ. അല്ലാതെ അത് നോക്ക് ഇവിടെ എവിടെയായിരുന്നു വരെ ആ സമയത്ത്. പറഞ്ഞേ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് പൊളിക്കാൻ തുടങ്ങിയുണ്ടല്ലോ, ഇനിയിപ്പോ കീഴും നോക്കൂല കേട്ടോ അളിയാ. ഇനിയിപ്പോ ആ സമയത്ത് ബിഗ് ബോസ് ആ സമയത്ത് ഉറങ്ങായിരുന്നെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് ആ സമയത്ത് കണ്ടില്ലെന്നോ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെ ആയാലും അത് അൺഫെയർ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ സമ്മതിക്കണം. ഞാൻ ആ സംഭവം കണ്ടില്ലായിരുന്നു, ബാക്കിയുള്ളവരും കൂടി കുടിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവരും കുടിക്കണം. ഇനി അത് കൊടുക്കരുതെന്നും പറയാം. അതെ, അല്ലാതെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കരുതെന്ന് പറയുന്നതിനകത്ത് എന്ത് മാന്യത എന്നുള്ളതിലുള്ളത്, എന്ത് ചെറ്റത്ര നോക്ക്. അത് കഴിഞ്ഞു പോട്ടെ, അത് കഴിഞ്ഞ് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മൈക്ക് ഊരി മാറ്റാനായിട്ട് പറഞ്ഞു. ആദ്യഘട്ടം മൈക്ക് ഊരി വാങ്ങി, ആര് ഷാനവാസ് മൈക്ക് ഊരി വാങ്ങി. അതിനുശേഷം മഴ ചോർന്നു കഴിഞ്ഞപ്പോൾ ഇട്ടു. പിന്നെ മറ്റൊരു സാഹചര്യത്തിൽ വീണ്ടും മഴ വന്നു. ആ സമയത്ത് അനുമോള് ഓരോരുത്തരുടേതും ഇങ്ങനെ എടുത്തു മാറ്റുകയാണ്. സാബുമാൻ്റെത്, ആദിലയുടേത്, നൂറൻ്റെത്,
ഇങ്ങനെ എടുത്തു മാറ്റുകയാണ് ആര്യൻ. ആര്യൻ. ഈ 3 പേരായിരുന്നു. അതിനിടയിൽ ആദിലയും അതിന്റെ ഇടയ്ക്ക് തലറിഞ്ഞു വീണ് അതിലെ കൺഫ്യൂഷൻ റൂമിലൊക്കെ കൊണ്ടുപോയി. അതിനുശേഷമാണ് അതിൽ തിരിച്ചു വന്നത് കേട്ടോ. ആ സമയത്ത് ഇടപെടലുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് കാരണം എല്ലാരും വിളിച്ചിട്ട് നെവിനെ ഫുഡ് കൊണ്ട് നോക്കടാ എന്ന് പറയുന്ന സാധനം, ആ ഒരു സാധനത്തിനൊക്കെ നമുക്ക് അങ്ങനത്തെ സന്ദർഭങ്ങളില് ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്കും അത് കണക്ട് ആവും. കാരണം ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അത് ഇതിനകത്ത് ഇവർ ഇത്രയും പേര് ചുറ്റിനും ഉള്ളത് കൊണ്ട് ജീവിതത്തിൽ വയ്യായിക വരുന്ന ഭയങ്കര ഒരു സിറ്റുവേഷൻ. അത് നമ്മുടെ ഉള്ളിലോട്ട് അതൊക്കെ ആട്ടോ ആദ്യം ഓടിപ്പോവാ. ഇത് ഗെയിമാണ്, ഇതിന്റെ ഉള്ളിൽ ഇവരൊക്കെ ഉണ്ട്, ഇവരുടെ നടക്കും, ഒരു അസുഖം ഒന്നും സംഭവിക്കൂല എന്നൊക്കെ നമുക്ക് അറിയുമെങ്കിലും ഇതിന്റെ പുറത്തുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അതിലേക്കും കൂടി നമ്മൾ അറിയാണ്ടൊക്കെ ചിന്തിച്ചു പോകും. അപ്പൊ നമുക്ക് പാവം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് ഭയങ്കരമായിട്ടും. അങ്ങനെ അതിലേക്ക് കൊണ്ടുപോയി. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് നൂറ, അനുമോള്, സാബുമാൻ, ആര്യൻ. അതില് അനുമോള് കുറച്ച് കഴിഞ്ഞിട്ട് വിട്ടു. എത്ര നേരം നിന്നല്ലേ, അത് സമ്മതിക്കട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് മറ്റേ കമന്ററി ഭയങ്കര അടിപൊളി. കമന്ററി ഉണ്ടല്ലോ, അത് നമുക്കറിയാം അക്ബറിന് കുറച്ച് കഴിവുകളുണ്ട്. ഒന്നിത് കമന്ററി, പിന്നെ നല്ല ഒരു പാട്ട് പാടും. ഈ 2 സാധനം അക്ബർ പക്കയാ. പിന്നെ കുത്തിത്തിരിപ്പ് ഒരു ഗെയിം കോമ്പറ്റീഷൻ ഐറ്റം ഒന്നും അല്ലാത്തതുകൊണ്ട് ഇതുവരെ കപ്പൊന്നും കിട്ടിയില്ല. അത് അങ്ങനെ ഒരു ഐറ്റം ആയിരുന്നു ചിലപ്പോ അതിന് കപ്പ് കിട്ടിയാണ്. ആശയം കിട്ടി. ഇനി ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുന്നുണ്ട് ഈ കുത്തിത്തിരിപ്പിന് ഏറ്റവും അതൊക്കെ കൊടുക്കാൻ പറ്റും. ബിഗ് ബോസ് അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ മാനിപ്പുലേഷൻ അതൊക്കെ വേറെ ലെവലിൽ ചെയ്ത് ആള് വിജയിക്കും. അവിടെ നിൽക്കുന്ന ഒരു ആടാണെങ്കിൽ അതിന് പട്ടിയാക്കിയിട്ട് അത് വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിനൊക്കെ ഭയങ്കര കഴിവാണ്. അത് നമ്മള് ഇനി ആകെ കൊടുക്കാനുള്ളത് ഒന്നെങ്കിൽ പാട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ കമാൻഡ് പറയിപ്പിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കുത്തിത്തിരിപ്പ്, മാനിപ്പുലേഷൻ. എറണാകുളംകാർക്ക് പോലും അറിയാത്ത കടവന്ത്ര ആര്യ അത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ടാസ്കിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ചിരിച്ചത് അതിനാ. കുണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കടവന്ത്ര ആര്യ. എനിക്ക് വേറെ സാധനം ഇഷ്ടപ്പെട്ടു. സാബുമാന്റെ ഒരു കിടിലൻ സാധനം ഉണ്ടായിരുന്നു. ഷോ ഞാൻ അറിഞ്ഞിരുന്നെങ്കിലേ ചപ്പാത്തി കുഴച്ചത് ചപ്പാത്തി കൂടുതലായി അതിന്റെ കഴുപ്പ് വേറെ ഉണ്ട് കയ്യിനുള്ള. അത്രയും അവിടെ ചപ്പാത്തി കുഴക്കത്തില്ല. ആ സമയത്ത് എല്ലാരും കൂടി ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. അങ്ങനെ അടുത്ത മഴ പെയ്തു കഴിഞ്ഞപ്പോ മൈക്ക് ഊരി മാറ്റാനായിട്ട് വീണ്ടും ബിഗ് ബോസ് പറഞ്ഞു. അപ്പൊ അനുമോള് സാബുമാന്റെതും നൂറയുടേതും മാറ്റി. അതിനുശേഷം നേരെ ഇറങ്ങി നടന്ന് തുടങ്ങുന്നുള്ളൂ. ആ സമയത്ത് ആരും കൈയെടുത്തുണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു ബിഗ് ബോസ്. ഇവര് 3 പേരും കണ്ട സാധനം എന്തുകൊണ്ട് ബിഗ് ബോസ് കണ്ടില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇവർ ആ ക്ലിപ്പ് മുക്കി എഡിറ്റിങ്ങില് ആരും വേണ്ടിട്ടല്ലേ, നമ്മുടെ സ്വന്തം അല്ലേ. പക്ഷെ എന്നാലും കുറച്ച് PR ടീം പറഞ്ഞു നടക്കുന്നുണ്ട് എന്ത് അക്ബറിനും ആര്യനും ബിഗ് ബോസിന്റെ ഫേവറിസം ഉണ്ട് എന്ന് ചിലർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. ചിലർ അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. തെറ്റിദ്ധാരണ മാത്രമാണ് അത്. ഞങ്ങൾക്ക് ഇന്നലെ വീണ്ടും മനസ്സിലായി. നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. നന്നായിട്ട്, അതായത് ബിഗ് ബോസിന് എല്ലാരും ഒരേപോലെ തന്നെ അത് മനസ്സിലാക്കി തന്നു. അതില് ഇത് കണ്ടില്ല, ഈ കൈയെടുത്തത് കണ്ടില്ല. ഓക്കെ, എന്നിട്ട് അനുമോള് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്, ശരിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നൂറ ഔട്ടായി പോയി. പിന്നെ സാബുമാനും ആരും മാത്രമായി. ഇവർ തമ്മിൽ ആദ്യം കളി വെച്ചു, ഒരു ഗെയിമൊക്കെ വെച്ചായിരുന്നു. അതിനുശേഷം ഇതിന്റെ ഇടയില് അറിയാതെ സാബുമാൻ കൈയെടുത്തു. ഇതിന്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് സാബുമാൻ പറയുന്നുണ്ട്, എടാ നിനക്ക് ഇനി എന്തോരം ടാസ്ക് ഉണ്ട് ഇവിടെ ജയിക്കാം, നീ ഇത് എനിക്ക് താടാ, ഇതെനിക്ക് വിട്ടുതാടാ എന്ന് പറയുന്ന സാധനമുണ്ട്. ഭയങ്കര രസമായിരുന്നു. അതിനുശേഷമാണ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇടയ്ക്ക് കൈ പൊന്തിച്ചു. സെയിം അപ്പുറത്ത് ആരിനും അതേപോലെ അതേ സാധനം തന്നെ ചെയ്തിട്ടുണ്ട് കൈ. പക്ഷെ ആദ്യം എടുത്തത് സാബുമാനാ. അതിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തില് സാബുമാനാണ് ആദ്യം എടുത്തത്. അതിനുശേഷം അപ്പൊ തന്നെ ആരിനും കൈ എടുത്തിട്ടുണ്ട്. അതെ, എന്നിട്ട് ഇത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കഴിഞ്ഞ് മഴ പെയ്തു. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ കട്ട് വന്നിട്ടുണ്ട്. മഴ പെയ്യുന്നത് അടുത്ത ഷോട്ട് നേരിട്ട് കാണിക്കുക ചെയ്യുന്നത്. വീണ്ടും മൈക്ക് ഊരാൻ വേണ്ടിയിട്ട് അവിടെ ഉറങ്ങുന്നവരോട് വിളിച്ചു. അപ്പൊ അക്ബർ എണീറ്റ് വന്നിട്ട് മൈക്ക് ഊരുന്ന സമയത്ത് അതിന് കുറച്ച് മുമ്പ് കൈയെടുത്തു എന്നുള്ളതിന്റെ പേരിൽ സാബുമാനെ പുറത്താക്കി. തന്നെ പറയുന്നുണ്ട് ഇത് അൺഫെയർ ആണ് ബിഗ് ബോസ്, ഫെയർ അല്ല ഈ ഗെയിം എന്നുള്ള കാര്യം പറയുന്നത്. കാരണം അതിനു മുന്നേ ആരും കൈയെടുത്തിട്ടുണ്ട് എത്രയോ പ്രാവശ്യം.
എന്നിട്ട് അതൊക്കെ നൈസാക്കി ഒഴിവാക്കിയിട്ടിട്ട് അതുമല്ല ഇതിപ്പം സാബുമോൻ കൈയെടുത്തു തന്നെ വിചാരിച്ചോ, അത് പറയാൻ എത്ര സമയം ഉണ്ടായിരുന്നു. അതെ, അല്ലെങ്കിൽ ആ സമയത്ത് അതായത് ആ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അറിയാതെ സാബുമാൻ എടുത്തതാണല്ലോ. അതെ, ആ പേരിൽ ആ സമയത്ത് സാബുമാൻ ഔട്ടായിരിക്കുന്നു എന്ന് പറയണം. പിന്നെ ഇത് കളി. അതെ, ഇത് അക്ബർ വന്ന് ഇത് ഊരുന്ന സമയത്ത് സാബുമാൻ പുറത്തായി എന്ന് അങ്ങനെ പറയുന്നു. അത് എന്ത് നിലപാടാണെന്ന്. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ല. അത് ആരിന് ബിഗ് ബോസിന് എല്ലാരും ഒരേപോലെയാണ്. അതായത് ഒരു PR-ഉം ശ്രമിച്ചാൽ നടക്കൂല കേട്ടോ. ബിഗ് ബോസിന് ആരുടെങ്കിലും പ്രത്യേകം ഫേവറിസം ഉണ്ട് എന്ന് പറഞ്ഞ് തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു പ്രത്യേക മമതയൊന്നും ബിഗ് ബോസിന് ഇല്ല, ഒരാളോടും ഇല്ല. എല്ലാരോടും ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. എന്താണെങ്കിലും ആരും അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കൃത്യമായിട്ട് ബിഗ് ബോസ് കണ്ടുവന്ന്. ആരും പറഞ്ഞതാണ്, അതായത് മിണ്ടായിരിക്കടാ, ഇതല്ല കേട്ടോ. ആരും പറഞ്ഞതല്ല, ഇത് ഞങ്ങൾക്ക് പറയാനുള്ളതാ. ഇതിങ്ങനെ ഇവിടെ നമ്മൾ തുറന്നിട്ട് ഇതിലെ കൂടെ എന്തോ സാധനം പോയി സൗണ്ട്. നോക്കി വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ കൊറേ തെണ്ടികൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കും, കൊറേ കോഴികള്. അവിടെ രണ്ടുപേര് റിവ്യൂ ചെയ്യുന്നു, ഇവിടെ രണ്ടുപേര് റിവ്യൂ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതന്നെ. എന്തായാലും കാര്യം ആരും പറഞ്ഞതാണ്, ഈ സാബുമാൻ കൈയെടുത്തത് കണ്ടുവന്നു. അതിനർത്ഥം നമ്മൾ പറഞ്ഞാണ് ഇത് ആളുടേത് കണ്ടില്ല. അതെ, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബൈ.